എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഇവിടെ ഒരു കാര്യമാണ് വ്യക്തമാക്കാനുള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 10 വർഷം ഭരിക്കുന്നവര് അവരൊന്ന് മാറട്ടെ, ഒരു മാറ്റം ജനാധിപത്യത്തിന് നല്ലതാണ് എന്ന ചിന്ത, അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാനമായും ഇടയാക്കിയത്. ആ ജനവിധി പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങളിലൂടെ മാത്രമേ കേരളത്തിന്റെ വികസനം നടപ്പാക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധം ഞങ്ങൾക്കില്ല. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, തുടങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. പൊതുവെ അത് നല്ല അഭിപ്രായവുമാണ് കേരളത്തെ സൃഷ്ടിച്ചത്. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തന്നെ തുറന്നു കൊണ്ടുപോയാലേ ഭംഗിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കില്ല. ആ പ്രവർത്തനങ്ങൾ നടക്കണമെന്നതാണ് പ്രധാനം. ഇപ്പോ പുതുതായി അധികാരമേറ്റ UDF ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തിയാക്കാനും കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കാനും തയ്യാറുണ്ടോ എന്നതാണ് പ്രശ്നം. അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്നാൽ ആ നടപടികൾക്കെല്ലാം കൃത്യമായ പിന്തുണ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. എന്നാൽ അതേസമയം ഇവയെല്ലാം അട്ടിമറിക്കാനോ ഇതിൽ നിന്നെല്ലാം പുറകോട്ടു പോകാനോ കേരളത്തിന്റെ താല്പര്യത്തിനും ജനക്ഷേമത്തിനും വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായാൽ അതിനെ അതിശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയും ചെയ്യും. പാർട്ടി എന്ന നിലക്ക് CPIM-നും മുന്നണി എന്ന നിലക്ക് LDF-നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുത്ത് കനത്ത രീതിയിൽ തിരിച്ചു വരാൻ LDF-ന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ആ കാര്യത്തിൽ Thank you.